സഹോസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഈശോ അച്ഛനെ കുറിച്ചൊരു വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ ചെയ്തത് എൻ്റെ കയ്യിലുള്ള ഈ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്നേഹയാനം എന്ന ഈ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തത്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ബുക്ക് എഴുതിയ ആളെ ഒന്ന് കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ ഞാൻ അന്വേഷിച്ച ആളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് ടോം ജോസ് തഴുവൻകുന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കാനായിട്ടായിട്ട് ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ വന്നതാണ്. കഴിഞ്ഞ ദിവസം സംസാരിച്ചു, നമ്മൾ ഒരു 1.5 മണിക്കൂർ സംസാരിച്ചല്ലേ? സംസാരിച്ചു. ഇന്നും കുറച്ചു നേരം സംസാരിച്ചു. അതിൻ്റെ വെളിച്ചത്തിൽ ഈശോ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ യാത്രകളിലെ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ടോം ജോസ് ചേട്ടൻ്റെ വീട്ടിലോട്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പുറകിലൊക്കെ കാണും, ഈ പുറകിൽ ചുമരിലൊക്കെ കാണുന്ന എല്ലാ ചിത്രങ്ങളും, ഈ സൈഡുകളിലൊക്കെ കാണുന്ന എല്ലാ ചിത്രങ്ങളും ഇദ്ദേഹം തന്നെ വരച്ചാണ്. ഈ ചിത്രം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയാണ്. ടോം ജോസ് ചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചിയുടെ പടമാണ് അല്ലേ? എടുത്ത് വരച്ച് വെച്ചിരിക്കുന്നു. എന്നോട് വരാമോ? ഈ താഴോട്ട് നോക്കിയാൽ ഞങ്ങൾ വെറുതെ ഒന്ന് വർക്ക് മുഴുവൻ കഴിഞ്ഞതല്ല അല്ലേ? അല്ലല്ല, ഇതൊന്നും കഴിഞ്ഞതല്ല, എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. ഒരേ സമയത്ത് ഇങ്ങനെ പലത് ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹം മോളുടെയും മോൻ്റെയും ഏകദേശം തീർന്നതാണ്. ഈ വർക്കുകളൊന്നും കഴിഞ്ഞതല്ല, എന്നാൽ തന്നെ അദ്ദേഹം ചെയ്യുന്ന വർക്കുകളാണെന്ന് കാണിക്കുന്നത്. ഇതൊക്കെ ചെയ്തതാ. ഇവിടെയുള്ള ഈശോയുടെ മനോഹരമായ ഒരു ചിത്രം. ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഒരു ചിത്രകാരനാണ്, അതുപോലെ തന്നെ ഗ്രന്ഥകാരനാണ്. പ്രത്യേകിച്ച് ക്രിസ്തീയ മാസികകളിൽ, അച്ചടി മാസികകളിലൊക്കെ കുറേ എഴുതിയിട്ടുണ്ട്. അമ്മയിലുണ്ട്, സത്യദീപം, ദീപനാളം, അങ്ങനെ നിരവധി മാസികകളിൽ എഴുതിയ സഹോദരനാണ്. അത് മാത്രമല്ല, ഞാൻ ഇന്ന് അതിനെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കാൻ വന്നിരുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന കാര്യം ഈശോ അച്ഛനെ കുറിച്ചാണ് അല്ലേ? ഈശോ അച്ഛനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതിനു മുൻപ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇത് ഈശോ അച്ഛന് വേണ്ടി ഈശോ അച്ഛൻ്റെ ആ ചിത്രം വെച്ച് അദ്ദേഹം ചെയ്തൊരു ശില്പമാണ്. ഈശോച്ചനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ചെയ്തത്. അത്ര പൂർണ്ണതയൊന്നും ആയിട്ടില്ല. ഇനി കുറേയൊക്കെ ചെയ്യാൻ നന്നായിട്ടെന്ന് വിചാരിക്കുന്നു. എത്ര നാളായി ഇത് ചെയ്തിട്ട്? ഇതിപ്പോ ഒരു 4 മാസം മുമ്പ് ചെയ്തു വെച്ചേക്കണ. 4 മാസം മുമ്പ് ചെയ്തു വെച്ചാ വേറെ ചെയ്യുമ്പോ ഇത് മാറ്റി വെക്കും. അപ്പൊ അങ്ങനെ ഈശോ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 10 വർഷമായി അല്ലേ? 10 വർഷം. 2016 ഫെബ്രുവരി 10-ാം തീയതി. അപ്പോൾ നോക്കിയേ, 10 വർഷം കഴിഞ്ഞപ്പോഴും ഈ ഈശോ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹം നൽകിയ നല്ല കാര്യങ്ങളൊന്നും മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഇങ്ങനെ ഒരിക്കലും മായുമില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോസ്, ഇനി കുറച്ചു നേരം ഈശോ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണ്. തീർച്ചയായും എല്ലാവർക്കും മാതൃകയാണ്, പുരോഹിതർക്ക് അനുകരിക്കാൻ പറ്റുന്നൊരു മാതൃകയാണ്. അപ്പോൾ എത്ര വർഷത്തെ പരിചയമുണ്ട് ഈശോ അച്ഛനുമായിട്ട്? ഒരു 40 വർഷത്തെ പരിചയമുണ്ട്. 40 വർഷം അദ്ദേഹത്തെ ഫോളോ ചെയ്ത ഒരു അനുഭവമുണ്ട്. അദ്ദേഹം ഇവിടുന്ന് എൻ്റെ ഇടവകയിൽ 7 വർഷം ഇരുന്നു. ഇവിടുന്ന് മാറിപ്പോയപ്പോൾ ഇടവകളിലൊക്കെ ഞാൻ പോകുകയും അച്ഛൻ്റെ കൂടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുകയും പ്രാർത്ഥനയ്ക്ക് പോകുകയും വീടുകളിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടുണ്ട്, കൂടെ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സഹോസ്, നമ്മൾ ടോം ജോസ് ചേട്ടൻ്റെ വീടിന് ഫ്രണ്ടിലാണ്. ടോം ജോസ് ചേട്ടന് പറയുന്നത് പല പ്രാവശ്യം ഈശോ അച്ഛൻ വന്ന വീടല്ലേ? ഒത്തിരി പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം വന്നൊരു വീടാണ്. 90 വർഷം പഴക്കമുള്ള ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാം, വളരെ നിശബ്ദമായ ഒരു സ്ഥലം, അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈശോ അച്ഛനെ കുറിച്ച് ചോദിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ടോം ജോസ് തഴുകുന്നല്ലേ സാധാരണ വീട്ടുപേരല്ലേ ഇടാറ്? അപ്പൊ അതെന്താ തഴുകുന്ന് ഇടാൻ കാരണം? ഞാൻ ജനിച്ച സ്ഥലത്തിന് ഭയങ്കര പ്രാധാന്യം, ഏറ്റവും നല്ലൊരു പ്രാധാന്യം ദൈവം കണ്ടിട്ടുണ്ട്. വേറെ എവിടെയെല്ലാം നമുക്ക് ജനിക്കാമായിരുന്നു. പിന്നെ ഇവിടെ ഇതൊരു സ്ഥലത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളെയും ഉൾപ്പെടും. തഴുകുന്നെന്ന് പറഞ്ഞാൽ ആരും തഴുകുന്നില്ല, എല്ലാവരും തഴുകുന്നില്ല അംഗങ്ങളല്ലേ. ഞാനൊരു വെറും സാധാരണക്കാരൻ. എന്നേക്കാൾ ഉപരി ഈ സ്ഥലം അറിയപ്പെടണം, സ്ഥലത്തെ ആളുകളെ അറിയണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഉണ്ടാകണം, സ്ഥലത്തിലെ ജനങ്ങൾ അറിയണം, ദൈവത്തിൻ്റെ ആ പദ്ധതി, ഞാനിവിടെ ജനിക്കണം അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടാകണം, അങ്ങനെയുള്ള ഒരു പദ്ധതി ജനങ്ങളിലേക്ക് എത്തണമെന്ന് കരുതിയാണ് ഞാൻ നിർബന്ധപൂർവ്വം ഈ തഴുകുന്ന ഒഴിവാക്കാതെ എന്ത് കാര്യത്തിലും ഞാൻ തഴുകുന്ന് ഉപയോഗിച്ച് ചെയ്യാറുള്ളൂ. ആരെങ്കിലും പറഞ്ഞോ ഇത് വീട്ടുപേരുണ്ടെന്ന്? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഈ എന്നെ വീട്ടുപേരിൽ അറിയാവുന്നവർ എന്നോട് പറയും വീട്ടുപേര് എഴുതാമായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, സാറിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ കളപ്പുരയ്ക്കിൽ നിന്ന് വീട്ടുപേര് പറയുമ്പോഴേ
പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് കളപ്പുരയ്ക്കൽ വീട്ടുകാർ വളരെ പ്രോപ്പർലി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഒതുങ്ങിപ്പോകും. ഒതുങ്ങിപ്പോവും നമ്മൾ. ഇത് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലോകത്തിൻ്റെ ഏത് കോണിലും ഇത് കാര്യം സംസാരിക്കുമ്പോൾ തഴുവുങ്ങുമെന്ന് പരാമർശിക്കും. എന്നേക്കാൾ ഉപരി ഈ നാട്ടിലെല്ലാവരും പരാമർശിക്കപ്പെട്ടു അന്നേരം. അതെ അതെ. എനിക്ക് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ നമ്മൾ ജനിച്ച സ്ഥലങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, ഏറ്റവും പ്രാധാന്യമുണ്ട്. വേറെ എവിടെയെല്ലാം ചിരിക്കാമായിരുന്നു, ഇവിടെ ഒരു പ്രശ്നമില്ല. ഏറ്റവും നല്ല കൂട്ടുകാർ, അയൽക്കാർ, ബന്ധുക്കൾ, വളരെ നല്ലൊരു സ്ഥലം. അവിടെ ജനിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രാമമാണ്. വളർച്ച ഏത് രീതിയിലിരുന്നാലും നമുക്ക് ദൈവം തന്ന ദാനം. അപ്പോൾ തഴുകുന്നുകാർ നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ, അത്രയും നിങ്ങളെ ഇദ്ദേഹം നെഞ്ചോട് ചേർക്കുന്നുണ്ട്, അദ്ദേഹത്തിന് മനസ്സിലുണ്ട് അല്ലേ? മനസ്സിലുണ്ട്, തീർച്ചയായിട്ടും. എല്ലാവരും വേണ്ടപ്പെട്ടവരും സ്നേഹിതരുമാണ്. അവരെയും കൂടിയാണ് ഈ റെപ്രസെൻറ്റേഷൻ. ഇനി നമ്മൾ നേരെ ഈശോ അച്ഛൻ്റെ ജീവിതത്തിലോട്ട് പോവുകയാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈശോ അച്ഛൻ ഒത്തിരി പാവങ്ങളെ സഹായിക്കുന്ന ഒരാളാണെന്ന്. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഞാൻ ബുക്കിൽ വായിച്ചു. അങ്ങനെ അനുഭവപ്പെട്ട കാര്യങ്ങൾ? അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനങ്ങനെ പോക്കറ്റ് എപ്പോഴും കാലിയായിരിക്കും. ഇപ്പോൾ യാത്രയ്ക്ക് ഇറങ്ങിയാലും ആ വണ്ടിക്കൂലി പോലും വഴിയിൽ തൊട്ടടുത്ത് കാണുന്ന ആൾക്ക് ആ വണ്ടിക്കൂലി എടുത്തു കൊടുക്കും. ആ വണ്ടിക്കൂലി എന്നല്ല, ആ കയ്യിലുള്ള പൈസ. പിന്നീട് ഒരുപക്ഷെ മറ്റൊരാൾ സഹായിച്ചൊക്കെ ആയിരിക്കും അദ്ദേഹം ആ യാത്ര തുടരുകയോ അല്ലെങ്കിൽ യാത്ര ചെയ്യാതെ അന്ന് മടങ്ങിപ്പോവുകയോ ചെയ്യുന്നത്. പിന്നെ ഈ കുർബാനയ്ക്കൊക്കെ ഇച്ചിരി സാമ്പത്തിക ക്ലേശമുള്ളവരൊക്കെ കുർബാനയ്ക്കൊക്കെ പൈസ കൊണ്ടുവരും. അപ്പോൾ തോളിൽ തട്ടി പറയും, അമ്മച്ചി പോരെ, അന്നേ ദിവസം ഞങ്ങൾ കുർബാന ചൊല്ലിക്കോളാം, നിങ്ങളെല്ലാവരും കുടുംബസമേതം വന്ന് പങ്കെടുക്കണം, ഈ പൈസ നല്ലൊരു കാര്യത്തിന് വീട്ടിൽ ഉപയോഗിച്ചോ, തീർച്ചയായിട്ടും അന്ന് പള്ളിയിൽ വരണോട്ടോ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ അവർക്ക് വേണ്ടി അന്ന് ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യും. അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കി. അതെ അതെ, ഓരോരുത്തരെ മനസ്സിലാക്കി. ഒരു എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്നെപ്പോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു ഭയങ്കരം ഒരു ആത്മീയത, ഒരു കായിക ശക്തിയേക്കാൾ ഒരു തേജസ്സിൻ്റെ ശക്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഈ എപ്പോഴും അച്ഛൻ ഈ ഈശോ 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 എന്ന് പറയുമായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. ഏകദേശം 40 വർഷം അച്ഛനോട്ട് ഏറ്റവും അടുത്ത് ഇടപെട്ട സമയമുണ്ടല്ലോ. അച്ഛൻ്റെ പ്രാർത്ഥന ജീവിതത്തെ കുറിച്ച് ഒന്ന് പറയാമോ? അത് എങ്ങനെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛനെ ആദ്യം തന്നെ പറയും, നിങ്ങൾ വന്ന എന്ത് തന്നെ ആയാലും ഞാൻ ആരുമല്ല, എല്ലാം ഈശോ. പള്ളിയിൽ പോയി അകത്ത് പോയി പ്രാർത്ഥിച്ച് എല്ലാം ഈശോയോട് പറഞ്ഞു, ഞാനൊന്നുമല്ല, ഞാൻ നോക്കുകയോ ഇല്ല, പ്രാർത്ഥിക്കുകയോ ഇല്ല. അങ്ങനെ ഒരു ചിന്തയില്ലാതെ തന്നെ അവരെ പള്ളിയിലോട്ട് വിട്ടിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛൻ ആ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തും, തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. വേറും പ്രാർത്ഥന, ഈശോയെ വിളിച്ചുള്ള ശക്തമായ പ്രാർത്ഥന. വേറൊന്നും അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്കൊക്കെ ഒപ്പം പ്രാർത്ഥനയ്ക്ക് നിൽക്കാം. ഞാൻ ഒരുപാട് വീടുകളിലൊക്കെ ഒപ്പം രോഗികൾക്ക്, വയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ രോഗം അവർ പറഞ്ഞ കാര്യത്തിന് പോയിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് തോന്നുന്നൊരു 10-30 കൊല്ലമായിട്ട് പിന്നീട് ഒരിക്കലും അസുഖം ഉണ്ടാവാത്ത ആളെയൊക്കെ എനിക്ക് കൃത്യം അറിയാം. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ? ഒരനുഭവം എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്ക് ഞാൻ വിളിക്കുന്നു, അവിടുത്തെ കൊച്ചിനിങ്ങനെ ഫിറ്റ്സിൻ്റെ ഇതുപോലത്തെ ഉണ്ട്. അച്ഛനെ വിളിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് വന്നോട്ടെ പ്രാർത്ഥിക്കാൻ മാത്രം. അപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി 12 മണിയാകുമ്പോൾ ചെല്ലുമ്പോൾ അച്ഛൻ റെഡിയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. കാഷ്വലായിട്ട് പോയി കാഷ്വലായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നു. ഏറെ ആകുലപ്പെട്ടു ആ വീട്ടുകാരെങ്കിലും ഈ നിമിഷം വരെ, നമ്മളിരുന്ന് സംസാരിക്കുന്ന നിമിഷം വരെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസൂയ ഉണ്ടായിട്ടില്ല. അതൊരു വലിയൊരു കുടുംബം ഏറെ ആകുലപ്പെട്ട ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഒരു കിഡ്നിക്ക് പ്രശ്നമുള്ള ഒരാൾ, അതിൻ്റെ സർജറി സംബന്ധമായിട്ട് ഒരുപാട് കോംപ്ലിക്കേഷൻ, ഡോക്ടർ വരെ വളരെ പ്രശ്നങ്ങൾ പറയുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെ ആ കുട്ടിക്ക് അത് സംബന്ധിയായിട്ടുള്ള ഒരു പ്രശ്നവും പിന്നീട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആ കുട്ടി വിദേശത്താണ്, വളരെ നന്നായിട്ട് പോകും. ഈശോച്ചനോട് അടുത്ത് ഇടപെടുന്നതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. അതെ അതെ, ഞാൻ ഒരുപാട് അകല വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. ചിലപ്പോൾ വീട്ടിലെ ഒരു നവീകരണത്തിനോ വീട്ടിലെ ഒരു വിശുദ്ധിക്ക് വേണ്ടിയിട്ടോ എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടോ അച്ഛനെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുക, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട് ഞാൻ കൂടെ. അപ്പോൾ ജോസ് കെയിൽ അച്ഛൻ കുറച്ച് നാൾ ഇരുന്ന അപ്പോൾ വല്യമ്മച്ചി പറഞ്ഞുള്ള പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഈ ബുക്ക് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് ആകെ അറിയാവുന്ന ജോസ് കെയിൽ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. ബുക്ക് വായിച്ച ശേഷമാണ് ഇങ്ങനെ അച്ഛൻ്റെ ജീവിത രീതിയും കാര്യങ്ങളെല്ലാം ഈ ബുക്കിലൂടെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, മനസ്സിലാക്കിയ ഒരു കാര്യം, അച്ഛന് ആ ഇടവക ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെ ഒരു അച്ഛനാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് മതമില്ല, എല്ലാ മനുഷ്യരുടെയും, അങ്ങനെ ഒരു സകല ജനത്തിലേക്കും ചാല് കീറി ഒഴുകുന്ന ഒരു സ്നേഹപ്രവാഹം എന്ന് പറയാം. ആരെയും നോക്കണില്ല, പ്രത്യേകിച്ച് ഒരു തരംതിരിവോ
എല്ലാ കാര്യത്തിലും എല്ലാവരെയും കൂട്ടും, എല്ലാവരെയും തോളോട് തോൾ ചേർത്ത് വർത്തമാനം പറഞ്ഞ് സഹകരിപ്പിച്ച് കൊണ്ടിരിക്കും. ആരും എല്ലാവർക്കും ഈശോച്ചനാണ്. അപ്പം മറ്റൊരാൾ ചെന്നാലും ഈശോയെക്കുറിച്ചുള്ള പരാമർശവും അവർക്കും അത് വലിയ ഇഷ്ടമാണ്. കാരണം ശരിക്കും ഒരു ഈശോയുടെ സാന്നിധ്യമാണ്. ഈശോയുടെ സാന്നിധ്യം അല്ലേ? ഈശോയുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ. ദൈവികമായ ആ സാന്നിധ്യം. പ്രസംഗത്തിനേക്കാൾ ഉപരി സജീവ സാന്നിധ്യം ഈശോയുടെ. പ്രസംഗമോ കാര്യങ്ങളൊന്നും ഞാനൊന്നും അല്ലെന്ന് ആദ്യമേ അച്ഛൻ പറയും. ഞാൻ ആരുമല്ല, എല്ലാം ഈശോയാണ് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്കൊപ്പം നിൽക്കുന്നത്. എനിക്ക് ഈ ബുക്കിൽ ചേട്ടൻ തന്നപ്പോൾ ഒരു 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 കത്ത് എനിക്ക് തന്നു. നിങ്ങളെ കാണിക്കുക ഈ കത്ത്. ഈ കത്തിൽ ഇതിൻ്റെ ഡേറ്റ് 6/4/1999, 6/4/1999, പുതുപ്പാടി സെൻറ്റ് മേരീസ് കാത്തലിക് ചർച്ച് കാരക്കുന്നം. അവിടെ അച്ഛൻ വികാരിയായിരുന്ന സമയത്ത് ടോമിച്ചേട്ടൻ എഴുതിയ കത്താണിത്. ടോമിച്ചേട്ട, ഇത് എന്തുകൊണ്ടാണ് ഈ കത്ത് എഴുതിയത് അച്ഛൻ? ഈ കത്ത് ഒരു ദിവസം അച്ഛൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. വീട്ടിൽ, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിരുന്ന, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനിച്ചിരുന്ന. അപ്പം അച്ഛന് പെട്ടെന്ന് അസൗകര്യം ഉണ്ടാകുന്നു. അച്ഛനതൊരു വെള്ളിയാഴ്ചയാണ്, ആ വെള്ളിയാഴ്ചയാണ് വരാൻ പറ്റുള്ളൂ, അത്രേ കാര്യമുള്ളൂ. അപ്പോൾ അച്ഛനൊരാളുടെ കൈവശം ഇത് കൊടുത്തു വിട്ടതാണ്. ഞാൻ ഇന്ന് പറഞ്ഞിരുന്ന ദിവസം എനിക്ക് എത്താൻ പറ്റില്ല, വെള്ളിയാഴ്ച ഞാൻ വന്നുകൊള്ളാം. ഇത് മറ്റൊരാളുടെ കയ്യിൽ എൻ്റെ അഡ്രസ്സ് എഴുതി ഒരു കവറിലിട്ട് കൊടുത്തു വിട്ട കത്താണ്. ഇത്രയും ചെറുതാകേണ്ട ഒന്നും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ തന്നെയാണ്, അത്രയും വലിയ ആളാണ്. ഞാൻ അന്ന് വന്നില്ലെങ്കിൽ മറ്റൊരു ദിവസം വരും. അച്ഛൻ കാഷ്വലായിട്ട് എനിക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ, ആർക്കും ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. ഒരച്ഛനാണ്, അച്ഛൻ അന്ന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായി. പക്ഷേ ലാളിത്യത്തിന്, ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലാളിത്യത്തിന് ഈശോച്ചൻ ഒരു പര്യായം കൂടിയുണ്ട്. എനിക്ക് ഇവിടെ പഴയ ഇത് അക്ഷരങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ ടോമിച്ചേട്ടനോട് തന്നെ കൊടുക്കാം. ടോമിച്ചേട്ടൻ നിന്ന് വായിച്ചേ. പ്രിയ ടോമി, ഇന്ന് അത്യാവശ്യമായി വേറൊരിടത്ത് പോകേണ്ടതുള്ളതിനാൽ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ സമയത്ത് എത്താനാകുന്നില്ല. വെള്ളിയാഴ്ച വരുമെന്ന് അറിയിക്കുകയാണ്. ഈശോച്ചൻ ഒപ്പിട്ടിരിക്കുന്നു. ഈശോച്ചൻ്റെ ഒപ്പ്. അങ്ങനെ അപ്പോൾ ഈശോച്ചനെ കുറിച്ചുള്ള കുറേയേറെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ കിടക്കുന്ന ഏറ്റവും ഈശോച്ചൻ്റെ കുറിച്ചുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്ന ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ? പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും നിസ്സാരനായി അദ്ദേഹത്തെ കാണാൻ പറ്റും. എപ്പോഴും നമുക്ക് സമീപിക്കാവുന്ന ഒരാൾ, ഏത് സമയത്തും. രാത്രി 12 മണിക്കൊക്കെ ഞാൻ ഫോൺ വിളിച്ച്, അന്ന് ലാൻഡ് ലൈൻ ബഹളം ഇച്ചിരി ശബ്ദം ഉണ്ടാക്കിയല്ലേ. രാത്രി 12 മണിക്ക് ബെല്ലടിക്കുമ്പം ഒരു വികാരിയച്ഛൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. എത്ര ചെറുതാകാമോ അതാണ്. ചെറുതായിക്കൊണ്ട് വലുതാകാമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരാളായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും ചെറുതാകും. ഞാനൊന്നുമല്ലെന്ന് പറയുമ്പം അവസ്ഥ മനസ്സിലാവുമല്ലോ. ഞാനൊന്നുമല്ല. ഞങ്ങളുടെ എന്നോട് പറഞ്ഞതാന്ന് തോന്നുന്നു, ഈ ക്ഷമ, മറ്റുള്ളവരുടെ അടുത്ത് ക്ഷമ ചോദിക്കുന്ന അച്ഛൻ. അതെ, ഞാനൊരു ദിവസം ഓരോ ഇടവപ്പള്ളിയിൽ വൈകുന്നേരം കാണാനായിട്ട് ഞാൻ പോയി. ഞാനും എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നു. പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ പേരുണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ കൈകാരന്മാർ വന്ന് പറഞ്ഞു, അച്ഛനൊരു അടുത്ത് പോയതാണ്, ഇപ്പോൾ വരേണ്ട സമയം ഇപ്പോൾ തന്നെ ആയി, ഉടനെ വരും എന്ന് നമ്മളോട് ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ കുറേ താമസിച്ചു. അപ്പോൾ ആളെണ്ണം കൂടുതലുണ്ട്, കാണാൻ വരുന്നവരുടെ എണ്ണം കൂടും സമയം കഴിയുന്നതനുസരിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പതുക്കെ ഇരുണ്ട് തുടങ്ങി കാണും. അച്ഛൻ വന്നു, വണ്ടിയിൽ ഇറങ്ങുന്ന വഴി ക്ഷമിക്കണോട്ടോ മക്കളെ എന്ന് പറഞ്ഞാണ് അച്ഛൻ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് പള്ളിമുറിയിലേക്ക് കയറി പോകുന്നത്. അതായത് ആരോടും ഒന്നും പറഞ്ഞിട്ട് വന്നേക്കണവരല്ല, അച്ഛൻ വിളിച്ചിട്ട് വന്നവരല്ല, അച്ഛൻ വിളിച്ചിട്ട് വന്നവരല്ല. പക്ഷേ വരുമ്പോൾ ആ താമസം കണ്ട അച്ഛൻ നേരത്തെ തന്നെ ക്ഷമിക്കണം മക്കളെ എന്ന് പറഞ്ഞാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പള്ളിമുറിയിലേക്ക് കയറി. തുടർന്ന് അവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം വേണ്ടുന്നതെല്ലാം ക്രമമായിട്ട് ചെയ്തു കൊടുക്കണം, ഒന്നും ചെയ്യാതെ തന്നെ. അവസാനം ഞാനും കണ്ടിട്ട് പോന്നു. അപ്പോൾ ഒരു പ്രത്യേകതയില്ല. അപ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോഴും വികാരിയച്ഛനാണ്, ഈശോച്ചനാണ്, വലിയൊരാളാണ് എന്നൊക്കെ നമുക്കറിയാം. അത്രയും വലിയ ആളായിരിക്കുമ്പോഴും അത്രയും കുഞ്ഞാൾ. ഞാൻ ഈശോച്ചൻ്റെ ആ ഡേറ്റ് ഉണ്ട്, ഈ 10-ാം തീയതി, ഫെബ്രുവരി മാസം 10-ാം തീയതി. അന്ന് ഫേസ്ബുക്കിൽ ജിജോ രാജകുമാരി എന്ന ഒരാൾ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പോസ്റ്റ് ചെയ്ത കാര്യം ഇതാണ്: അദ്ദേഹം രാജകുമാരിൽ അച്ഛൻ ഇരുന്നായിരുന്നു. അതിനുശേഷം അദ്ദേഹം രാജകുമാരിൽ നിന്ന് പോയ ശേഷം പള്ളി പെരുന്നാളിന് ഈശോച്ചൻ വന്നു. ഈശോച്ചൻ വന്ന സമയത്ത് ഈ പിള്ളേരെല്ലാം അദ്ദേഹം ചെറുതാണ്, ഇവരെല്ലാവരും ഒരുമിച്ച് അച്ഛൻ്റെ അടുത്ത് ഇല്ല. ഒരുമിച്ച് ചെന്ന് ഈ പോക്കലോട്ട് കൈയിടുക പിള്ളേരെല്ലാവരും. പോക്കലോട്ട് കൈയിട്ടെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് മിഠായി എടുക്കുക. ഈ കുട്ടികളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അതെ, എല്ലാം ഇങ്ങനെ ആർത്തലച്ച് ഒന്നിച്ച് ചേർന്ന്
ഉടുപ്പേ തൂങ്ങി എന്ന് പറയാം, അങ്ങനെ ലോവേ തൂങ്ങി പോക്കറ്റിൽ കൈയിട്ട് അത്ര സൗഹൃദവും സ്നേഹവും. ആരോടും ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുമ്പോൾ കയ്യിലുള്ളത് എന്തും എടുക്കാം. പോക്കറ്റിൽ മിഠായി ഉണ്ടെങ്കിൽ മിഠായി പിള്ളേർ കൊണ്ടുപോകും. വളരെ സ്വന്തം അപ്പച്ചനോട് കാണിക്കണ പോലെയുള്ള ആ സ്നേഹവും സൗഹൃദം ഏത് സമയത്തും. അതിപ്പോൾ വേറെ ആളുകളുണ്ട്, വലിയ ആളുകളുണ്ട്, ആ സാന്നിധ്യമൊന്നും അച്ഛനെ സംബന്ധിച്ച് നമുക്ക് സമീപിക്കണേന്നൊരു പ്രശ്നമല്ല. അദ്ദേഹം എനിക്ക് പിന്നെ ഇത് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുകയും ചെയ്തു, ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞ്. ആ ഓ ആ അപ്പൊ അത് ഒരാളുടെ കഥ ആയിരിക്കില്ല. അല്ലല്ല, ഇപ്പം നമ്മളിത് കേൾക്കുന്ന ആളുകൾക്കെല്ലാം ഒരു കടലോളം വരുന്ന ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അതിനോട് കൂടി ചേർക്കാനേ ഇത് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ അല്ലാണ്ട് അത്ര വലിയ കാര്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയണം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അറിയാവുന്ന ഒരു അനുഭവമുള്ളവരും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ടോം ജോസ് ചേട്ടനോട് ചോദിക്കുന്ന പോലെ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി എന്നെ കേൾക്കും നിങ്ങൾക്കും അച്ഛൻ്റെ കുറെ അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇനി പറഞ്ഞു തീരാത്ത അനുഭവങ്ങൾ, അതുണ്ടാവും, പറഞ്ഞുകൊണ്ടേ ഇരിക്കാവുന്ന അനുഭവങ്ങൾ. അപ്പോൾ ഇനി പറയാൻ ഒത്തിരി ഉണ്ടെന്നറിയാം. കാരണം നിങ്ങൾ കണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ശില്പം ഉണ്ടാക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പടം വരയ്ക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ആവുന്ന കാരണം ഇന്നും ഈ ഈശോ അച്ഛൻ നൽകിയ നന്മയും സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും ഈ മനുഷ്യനിൽ, ഈ ടോം ജോസ് സാറിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതുപോലെ ഒത്തിരി മനുഷ്യരിൽ ജീവിക്കുന്നുണ്ട്. ഓരോ പുരോഹിതനിലും ഈശോയുടെ സ്നേഹവും ഈശോയുടെ കരുണയും ഈശോയുടെ വാത്സല്യവും മറ്റു മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് പറഞ്ഞാൽ തീരില്ല. പക്ഷേ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ വിശുദ്ധരായ വൈദികർ അവർ നമ്മുടെ സമൂഹത്തിൽ ചെയ്ത നന്മകളെയും സ്നേഹത്തെ നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് ഈശോ അച്ഛൻ്റെ മാധ്യസ്ഥം വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോൾ കോതമംഗലം കത്തീഡ്രലിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കുന്നത്. ഒത്തിരി ആളുകൾ കബറിടത്തിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. അവിടെ അനുഗ്രഹങ്ങൾ കിട്ടിയതിന് അവിടെ എഴുതി വെക്കുന്ന കടലാസും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഒത്തിരി നിയോഗങ്ങൾ അവിടെ ഒത്തിരി നിയോഗങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അച്ഛൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഒത്തിരി നന്ദി പറഞ്ഞു ടോം ജോസ് സാറിന് ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ ചിലവഴിച്ചതിനും. ഇത്രയും വലിയൊരു അച്ഛനെക്കുറിച്ച് ലോകം അറിയേണ്ടതാണ്. അതെ, അതുകൊണ്ട് നിങ്ങളിത് മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുകയോ അങ്ങനെ രീതിയിലൊക്കെ മറ്റുള്ളവർ പങ്കുവയ്ക്കുകയും ചെയ്യുക. പുതിയൊരു ദൈവാനുഭവത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരും. അതുവരെ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.